എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലെ 2026 ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ 2026 വരുന്ന പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇതിൽ നിന്നും ഉറപ്പായും ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായി SCERTയും കേരള കലാമണ്ഡലവും ചേർന്ന് നടപ്പിലാക്കിയ പഠന പ്രവർത്തനത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ പേര്? ഉത്തരം ഗോത്രായനം. ഗോത്രവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി SCERTയും കേരള കലാമണ്ഡലവും ചേർന്ന് നടപ്പിലാക്കിയ പഠന പ്രവർത്തനത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ പേരാണ് ഗോത്രായനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം തുറന്നത് എവിടെ? ഉത്തരം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ രന്തംപൂർ മേഖലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം തുറന്നത്. അടുത്ത ചോദ്യം, അങ്കണവാടി കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയായ ടോളി മുഥ ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം തെലങ്കാന. അപ്പോൾ തെലങ്കാന സംസ്ഥാനത്ത് അംഗൻവാടി കുട്ടികൾക്കായിട്ടുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയായ ടോളി മുഥ ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. പദ്ധതിയുടെ പേര് ടോളി മുഥ, ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. അടുത്ത ചോദ്യം, നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഏക വനിതാ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം ക്രിസ്റ്റീന കോച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഏക വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് ക്രിസ്റ്റീന കോച്ച്. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി? ഉത്തരം മംഗോളിയ. 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി? ഉത്തരം മംഗോളിയ. അടുത്ത ചോദ്യം, IPLന്റെ 19 സീസണുകളിലും കളിച്ച ആദ്യ താരം? ഉത്തരം വിരാട് കോഹ്ലി. 19 സീസണുകളിലും IPLന്റെ 19 സീസണിലും കളിച്ച ആദ്യ താരമാണ് വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 3ാമത്തെ ചീറ്റ ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിലെ വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം, അതിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ 3ാമത്തെ ചീറ്റ ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 3ാമത്തെ ചീറ്റ ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിന പ്രമേയം? ഉത്തരം ഓട്ടിസം ആൻഡ് ഹ്യൂമാനിറ്റി എവരി ലൈഫ് ഹാസ് വാല്യൂ. അപ്പോൾ 2026 ഓട്ടിസം അവബോധ ദിനമായ ഏപ്രിൽ 2 2026 പ്രമേയമാണ് ഓട്ടിസം ആൻഡ് ഹ്യൂമാനിറ്റി എവരി ലൈഫ് ഹാസ് വാല്യൂ. അടുത്ത ചോദ്യം, ചന്ദ്രഭ്രമണ പഥത്തിൽ നാസ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നാസ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷനാണ് ലൂണാർ ഗേറ്റ്വേ. അടുത്ത ചോദ്യം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA പുതിയ തലവനായി നിയമിതനായത് ആര്? ഉത്തരം വീർ വിക്രം യാദവ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCAയുടെ പുതിയ തലവനായി നിയമിതനായതാണ് വീർ വിക്രം യാദവ്. അടുത്ത ചോദ്യം, 2026 ഏപ്രിൽ ഫിഫ റാങ്കിങ്ങിൽ 1ാമതെത്തിയ രാജ്യം? ഉത്തരം ഫ്രാൻസ്. 2026 ഏപ്രിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ 1ാമതെത്തിയ രാജ്യമാണ് ഫ്രാൻസ്. ഇനി നമ്മുടെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 136. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 136. അടുത്ത ചോദ്യം, 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം മാൾട്ട. അപ്പോൾ 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് മാൾട്ട. അടുത്ത ചോദ്യം, എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യ 2026 റിപ്പോർട്ട് പ്രകാരം
പുനരുപയോഗ ഊർജ അഥവാ റിന്യൂവബിൾ എനർജി ഉൽപാദനത്തിലും സ്ഥാപിത ശേഷിയിലും രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഉത്തരം രാജസ്ഥാൻ. അതായത് 2026 റിപ്പോർട്ട് പ്രകാരം പുനരുപയോഗ ഊർജം റിന്യൂവബിൾ എനർജി ഉൽപാദനത്തിലും സ്ഥാപിത ശേഷിയിലും രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത ചോദ്യം, 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര മ്യൂസിയം. ഉത്തരം സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം. സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് ഉദ്ഘാടനം ചെയ്തത് 2026 നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഉറപ്പായും 2026 പരീക്ഷകളിൽ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഫോണിലെ സിം കാർഡ് ഊരി മാറ്റിയാൽ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത തരത്തിലേക്കുള്ള സംവിധാനം. ഉത്തരം സിം ബൈൻഡിംഗ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫോണിൽ സിം കാർഡ് ഊരി മാറ്റിയാലും വാട്സപ്പ് എല്ലാം പ്രവർത്തിക്കും. ഫോണിലെ സിം കാർഡ് ഊരി മാറ്റിയാൽ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത തരത്തിലേക്കുള്ള സംവിധാനമാണ് സിം ബൈൻഡിംഗ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിൽ വരുന്നത്. ഉത്തരം ഒഡീഷ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് വരുന്നത് ഒഡീഷ. നമ്മൾ നേരത്തെ പറഞ്ഞു, റിന്യൂവബിൾ എനർജിയുടെ സ്ഥാപിത ശേഷിയിലും ഉൽപ്പാദനത്തിലും ഒന്നാമത് വരുന്നത് രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ ബ്യഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത. അപ്പോൾ പ്രത്യേകതയാണ്, ആദ്യ വനിതയാണ്. ബ്യഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി കമ്മീഷണർ സ്ഥാനത്തെത്തുന്ന വനിതയാണ് അശ്വനി ദിലെ. 2026 ഏപ്രിൽ 1 50 വർഷം പൂർത്തിയാക്കിയ ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ബ്രാൻഡുകളിൽ ഒന്നായ പ്രശസ്തമായ കമ്പനി. ഉത്തരം ആപ്പിൾ. അപ്പോൾ ആപ്പിൾ 2026 ഏപ്രിൽ 1 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, പാർലമെന്ററി ചുവർ ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത്. ഉത്തരം സുധാമൂർത്തി. അപ്പൊ സുധാമൂർത്തി രചിച്ച പുസ്തകമാണ് ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ്. അപ്പോൾ അടുത്ത ചോദ്യം, ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച അന്തരീക്ഷ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നിയന്ത്രിക്കുന്ന ഏജൻസി. ഉത്തരം സെബി. അപ്പോൾ അന്തരീക്ഷ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് സെബി. അടുത്ത ചോദ്യം, പത്മ വിശ്വനാഥൻ വിവർത്തനം ചെയ്ത 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച നോവൽ ഏതാണ്? ഉത്തരം ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്. അപ്പോൾ 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച നോവൽ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്. അത് വിവർത്തനം ചെയ്തത് പത്മ വിശ്വനാഥൻ. അടുത്ത ചോദ്യം, അടുത്തിടെ കർണാടകയിലെ തീരത്തെ പാറപ്പരപ്പുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യവർഗം. ഉത്തരം ഹിംബ്രി സ്റ്റൈലിസ് പ്രസാദി. ഇപ്പോൾ കർണാടകയിലെ പാറപ്പരപ്പുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യവർഗമാണ് ഹിംബ്രി സ്റ്റൈലിസ് പ്രസാദി. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ രാജാ രവിവർമ്മയുടെ ഏത് ചിത്രമാണ് റെക്കോർഡ് തുകയ്ക്ക് വിറ്റത്? ഉത്തരം യശോദയും കൃഷ്ണനും. യശോദയും കൃഷ്ണനും എന്നുള്ള രാജാ രവിവർമ്മയുടെ ചിത്രം റെക്കോർഡ് തുകയ്ക്കാണ് 2026 ഏപ്രിലിൽ വിറ്റുപോയത്. അടുത്ത ചോദ്യം, മ്യാൻമറിലെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരെ? ഉത്തരം മിൻ ഹോങ് ഹ്ലൈങ്. മിൻ ഹോങ് ഹ്ലൈങ്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ ലോകസഭ പാസാക്കിയ ബിൽ പ്രകാരം ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനം. ഉത്തരം അമരാവതി. ഇപ്പോൾ നമുക്കറിയാം, ആന്ധ്രാപ്രദേശിന് 2 തലസ്ഥാനമായി ഉണ്ടായിരുന്നത്. അതിനു പകരം ഇപ്പോൾ 2026 ഏപ്രിലിൽ ലോകസഭ പാസാക്കിയ ബിൽ പ്രകാരം ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി വരുന്നത് അമരാവതി. അടുത്ത ചോദ്യം,
വ്യാഴത്തിനും ശനിക്കും പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതിനു ശേഷം 2026 മാർച്ചിൽ കണക്കുകൾ പ്രകാരം സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയായി ഉയർന്നു? ഉത്തരം 442. അതായത് വ്യാഴത്തിന് 4 പുതിയ ഉപഗ്രഹങ്ങളും ശനിക്ക് 11 പുതിയ ഉപഗ്രഹങ്ങളും കണ്ടെത്തിയതിനു ശേഷം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം സൗരയൂഥത്തിലെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 442. അടുത്ത ചോദ്യം, 2026 ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം? ഉത്തരം കർണാടക. അപ്പോൾ 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നത് ഛത്തീസ്ഗഡിൽ. അവിടെ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്? ഉത്തരം ക്രിസ്റ്റീന കോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആർട്ടമിസ് 2 ദൗത്യത്തിലെ ഏക വനിതാ ബഹിരാകാശ സഞ്ചാരിയായ ക്രിസ്റ്റീന കോച്ചാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് മിഷൻ ഏത്? ഉത്തരം മിഷൻ മിത്ര. അപ്പോൾ ISRO ഇന്ത്യയിലെ ലഡാക്കിലെ ലേയിൽ വെച്ച് നടത്തുന്ന ആദ്യത്തെ അനലോഗ് മിഷനാണ് മിഷൻ മിത്ര. അതെന്തിനു വേണ്ടിയാണ്? ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നത്. മിഷൻ മിത്ര. അടുത്ത ചോദ്യം, നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ വെബ്സൈറ്റ്? ഉത്തരം കർ സാത്തി. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നികുതി സംബന്ധമായ പ്രക്രിയകൾ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ വെബ്സൈറ്റാണ് കർ സാത്തി. അടുത്ത ചോദ്യം, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അതായത് NDRFന്റെ ഡയറക്ടർ ജനറലായി ക്യാബിനറ്റ് നിയമന സമിതി നിയമിച്ചത് ആരെ? ഉത്തരം പീയൂഷ് ആനന്ദ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ ജനറലായി ക്യാബിനറ്റ് നിയമന സമിതി നിയമിച്ചത്? ഉത്തരം പീയൂഷ് ആനന്ദ്. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ വിവിധ മേഖലകളുമായി ആശയവിനിമയം സാധ്യമാക്കാനായി നാസ വികസിപ്പിച്ച റേഡിയോ തരംഗങ്ങളിലൂന്നിയ ശൃംഖല ഏത്? ഉത്തരം ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. സൗരയൂഥത്തിലെ വിവിധ മേഖലകളുമായി ആശയവിനിമയം സാധ്യമാക്കാനായി നാസ വികസിപ്പിച്ച റേഡിയോ തരംഗങ്ങളിലൂന്നിയ ശൃംഖലയാണ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് പദ്ധതിയിലെ രണ്ടാമത്തെ ദൗത്യത്തിൽ 4 യാത്രികർ സഞ്ചരിക്കുന്ന പേടകം ഏത്? ഉത്തരം ഓറിയോൺ. അപ്പോൾ ആർട്ടമിസ് രണ്ടാമത് ദൗത്യത്തിലെ 4 യാത്രികർ സഞ്ചരിക്കുന്ന പേടകത്തിന്റെ പേരാണ് ഓറിയോൺ. അതിലെ ഏക വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. അടുത്ത ചോദ്യം, കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം ശുചിത്വ സാഗര സുന്ദര തീരം. അപ്പോൾ കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗര സുന്ദര തീരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേക്ഷണ ദൗത്യമായ സമുദ്രയാനിൽ പങ്കെടുക്കുന്ന മലയാളി സാന്നിധ്യം ആര്? ഉത്തരം ജി ഹരികൃഷ്ണൻ. ജി ഹരികൃഷ്ണനാണ് ഇന്ത്യയുടെ ആഴക്കടൽ പര്യവേക്ഷണ ദൗത്യമായ സമുദ്രയാനിലെ ഏക മലയാളി സാന്നിധ്യം. അടുത്ത ചോദ്യം, പഠന ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നീതി ആയോഗിന്റെ പിന്തുണയോടെ പ്രൊജക്ട് ആസ്പെയർ പദ്ധതി ആരംഭിച്ചത്? ഉത്തരം മേഘാലയ. അപ്പോൾ പ്രൊജക്ട് ആസ്പെയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മേഘാലയ. അടുത്ത ചോദ്യം, 2026 ലോക ബുദ്ധമത സമാധാന കോൺഫറൻസിന് വേദിയായ ഇന്ത്യയിലെ സംസ്ഥാനം? ഉത്തരം തെലങ്കാന.
2026 ലോക ബുദ്ധമത സമാധാന കോൺഫറൻസിന് വേദിയായ ഇന്ത്യയിലെ സംസ്ഥാനമാണ് തെലങ്കാന. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം? ഉത്തരം ജപ്പാൻ. ലോകത്തിൽ ആദ്യമായി ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി? ഉത്തരം ഉലാൻ ബാത്തർ. മംഗോളിയയിലെ ഉലാൻ ബാത്തറിലാണ് 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അടുത്ത ചോദ്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്താക്കളുടെ താൽപ്പര്യങ്ങൾ നിരീക്ഷിക്കാനും ഉള്ളടക്കങ്ങൾ മെച്ചപ്പെടുത്താനുമായി മെറ്റ രൂപീകരിച്ച പുതിയ എലൈറ്റ് AI ഗവേഷണ വിഭാഗം? ഉത്തരം MRS റിസർച്ച്. ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനിയാണ് INS അരിഥമൻ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത റഷ്യൻ മിസൈൽ എഞ്ചിനീയർ അലക്സാണ്ടർ ലിയോനോവ് ഏത് പ്രശസ്ത മിസൈൽ പദ്ധതിയുടെ നിർമ്മാണത്തിലാണ് ഇന്ത്യയുമായി സഹകരിച്ച് നിർണായക പങ്കുവഹിച്ചത്? ഉത്തരം ബ്രഹ്മോസ്. അപ്പോൾ ബ്രഹ്മോസ് പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിച്ച് നിർണായക പങ്കുവഹിച്ച റഷ്യൻ മിസൈൽ എഞ്ചിനീയറാണ് അലക്സാണ്ടർ ലിയോനോവ്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ അടുത്തിടെ അന്തരിച്ച അലക്സാണ്ടർ ലിയോനോവ് നമ്മുടെ ഏത് പദ്ധതിയുമായാണ് സഹകരിച്ചത്? ബ്രഹ്മോസ്. അടുത്ത ചോദ്യം, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുന്നതിനായി വേലി കെട്ടാൻ സാധിക്കാത്ത ചതുപ്പ് നിലങ്ങളിലും നദികളിലും മുതലകളെയും വിഷപ്പാമ്പുകളെയും കാവലിനായി നിയോഗിക്കാൻ ആലോചിക്കുന്ന സുരക്ഷാ സേന? ഉത്തരം BSF. അതായത് നമ്മുടെ BSF സേനയാണ് ഇന്ത്യൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുന്നതിനായി വേലികെട്ടാൻ സാധിക്കാത്ത ചതുപ്പ് നിലങ്ങളിലും നദികളിലും മുതലകളെയും വിഷപ്പാമ്പുകളെയും കാവലിനായി നിയോഗിക്കാൻ ആലോചിക്കുന്നത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി കുറേ അധികം ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകൾ നമുക്ക് കണ്ടെത്താനായി സാധിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ വീഡിയോ കണ്ട് തന്നെ എളുപ്പം പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതി വിജയിക്കാനായി എല്ലാവർക്കും ആശംസകളും നേരുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളും ഷോർട്സുകളുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.